വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. അതും ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ്. നമ്മൾ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ 200 റുപ്പീസൊക്കെ കൊടുത്തിട്ടാണ് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് വാങ്ങാറുള്ളത്. പക്ഷേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് വെറും 20 റുപ്പീസിന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ അതിൽ പ്രിൻറ്റബിൾ സ്റ്റിക്കേഴ്സിൻ്റെ മോഡൽസ് കാണും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിക്കാത്തത് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടി കൊടുത്ത് ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ചേഴ്സ് നമുക്ക് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു 230 GSM നമുക്ക് പ്രിൻ്റ് എടുത്താൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ പ്രിൻ്റ് കിട്ടും. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വീതിയുള്ള സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഈ നമ്മൾ പ്രിൻ്റ് എടുത്ത പിക്ചറിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ ബബിൾസ് ഒന്നും കയറാണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സെല്ലോ ടാപ്പ് കൊണ്ട് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് ആ ഒരു സ്റ്റിക്കറിൻ്റെ ഇത് തന്നെ കിട്ടും. അതിനിതാ നമ്മൾ എല്ലാ പിക്ചറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ എടുക്കുക. അതിലേക്ക് ഈ പിക്ചറെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ആ വാട്ടറിൽ തന്നെ ഒന്ന് ഇട്ട് വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനിത് ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ പേപ്പേഴ്സ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് റിമൂവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കർ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെല്ലോ ടാപ്പ് ഒട്ടിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിക്നെസ് എന്തായാലും നമുക്ക് ഇത് ആക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ സ്റ്റിക്കേഴ്സും ഒന്ന് ഇതേ പ്രോസസ്സിൽ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ സ്റ്റിക്കേഴ്സ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി വർക്കിംഗ് ആണോ നോക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് നോക്കാൻ പോകുന്നത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ജേണൽ ബുക്കിൽ തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സ്റ്റിക്കേഴ്സ് നമ്മൾ ഈ ബുക്കിലോട്ടേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡല്ലേ, അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.